മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു സ്വർഗത്തിൻ്റെ സ്നേഹോപഹാരം മധുരമൊഴി. മധുരിക്കുന്ന ഈ സംസാരങ്ങളും ചെറിയ കഥകളും ജീവിതാനുഭവങ്ങളും വചനവുമെല്ലാം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ മധുരകരമാക്കുവാൻ സാധിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ സന്തോഷവും സ്വർഗത്തിന് ഒത്തിരി സ്തുതിയും മഹത്വവും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഏട്ടൻ തന്നെയാണ്. ജോർജ് ഏട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏഞ്ചൽസ് ആർമി കുടുംബത്തിൽ നിന്നും നമ്മോടൊപ്പം വന്നിരിക്കുന്നത് വടകരയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ചെറിയാനും മഞ്ജു ചേച്ചിയുമാണ്. സാറ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ഡോക്ടർ ചെറിയാൻ, എൻ്റെ ഭാര്യ മഞ്ജു. ഞങ്ങൾ ദൈവത്താൽ 5 കുഞ്ഞുങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. മൂത്ത മോള് നേഹ അന്ന ചെറിയാൻ +1 പഠിക്കുന്നു. രണ്ടാമത്തെ മോള് നിക്കിത ആൽഫി ചെറിയാൻ, അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മോള് നോറ റോസ് ചെറിയാൻ, അവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാലാമത്തെ മോള് നിധി തെരേസ ചെറിയാൻ, അവൾ UKG പഠിക്കുന്നു. പിന്നെ ഇപ്പോൾ ഏറ്റവും ഇളയതായി ഉണ്ടായ ജോർജ് മാർട്ടിൻ ചെറിയാൻ, അവനിപ്പോൾ 9 മാസമായതേ ഉള്ളൂ. നിങ്ങൾ ജോർജ് മാർട്ടിൻ ചെറിയാൻ, നമ്മുടെ ജോർജ് കുട്ടൻ നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ മധുരമൊഴിയുടെ ആദ്യ എപ്പിസോഡുകളിൽ നമ്മുടെ നിറഞ്ഞു നിന്ന നമ്മുടെ മധുരിക്കുന്നൊരു കുഞ്ഞുവാവ. അപ്പോൾ സ്നേഹപൂർവ്വം നിങ്ങളെയും ജോർജ് ചേട്ടനെയും എല്ലാവരെയും മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു സൂപ്പർ മാർക്കറ്റാണ് രംഗം. വൈകുന്നേരം നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പേ ചെയ്യുന്നിടത്തായിട്ട് ഒരു കുടുംബം മക്കളോടൊപ്പം നിന്ന് മേടിച്ച സാധനങ്ങളിലേക്ക് ബില്ല് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. അമ്മയുടെ ചുരിദാറെ പിടിച്ച് വലിച്ചു മുറിക്കുന്നു. അപ്പോൾ അമ്മ അപ്പനോട് പറയുന്നു. അപ്പോൾ അപ്പൻ തിരിഞ്ഞു നിന്ന് പേടിപ്പിക്കുന്നു. അപ്പോൾ കൊച്ചു പറഞ്ഞു കിൻഡർ ജോയ് കിൻഡർ ജോയ് കിൻഡർ ജോയ്. കൊച്ചു കിടന്നങ്ങ് ഓച്ചമാണ്. അപ്പോൾ അപ്പൻ പറഞ്ഞു കിൻഡർ ജോയ് മേടിച്ച് തരത്തില്ല, വേണമെങ്കിൽ ചോക്ലേറ്റ് മേടിച്ചു തരാം. അപ്പോൾ കൊച്ചു വലിയ കിൻഡർ ജോയ് തന്നെ വേണം, കീറാൻ തുടങ്ങി കിടന്ന്. അപ്പോൾ അപ്പം പറഞ്ഞു എന്ത് സംഭവിച്ചാലും കിൻഡർ ജോയ് മേടിച്ച് തരത്തില്ല. നോക്കിയപ്പോൾ കൊച്ചു പെട്ടെന്ന് തറയിലേക്ക് കടന്ന് ഊരുണ്ട്. എനിക്ക് കിൻഡർ ജോയ് വരത്തിൽ നിന്ന് ഉരുളാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരൊക്കെ നോക്കുന്നത് എന്ത് ക്രൂരനായ മാതാപിതാക്കളാണ്. ഒരു 35-40 രൂപ കൊടുത്ത് കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കാൻ മാത്രം പറ്റത്തില്ലാത്ത കുടുംബം. അപ്പം പറഞ്ഞു നീ ഉരുണ്ടാലും പെരണ്ടാലും കിൻഡർ ജോയ് മേടിച്ച് തരത്തില്ല. ബില്ല് മേടിച്ച് ഇവർ നേരെ പോയി തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറാൻ പോയി. കൊച്ചു അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. ഓട്ടോ വിടാൻ പോയി കൊച്ചു അയ്യോ കിൻഡർ ജോയിലും കുഴപ്പമില്ലേ, ഒരു ചോക്ലേറ്റ് എങ്കിലും മേടിച്ചു തന്നിട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയം. മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങളുടെ വാശികൾക്ക് മുമ്പിൽ എങ്ങനെ മാതാപിതാക്കൾക്ക് ഒന്ന് നോ പറയാൻ അരുതെന്ന് പറയാൻ പറ്റും. ഇത് വളരെ ഒരു ഹോട്ടായ വിഷയം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ പലപ്പോഴും പള്ളി വെച്ചും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചും കടകളിൽ വെച്ചൊക്കെ നാണം കെടുന്നതൊക്കെ നമ്മൾ പലരും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ നിസ്സഹായ അവസ്ഥയും ചിലവർ മാതാപിതാക്കളെ വിധിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊരു മാതാപിതാക്കളെ പിച്ചക്കാരെന്ന് പറഞ്ഞാൽ വിധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരനുഭവിക്കുന്ന ആ ഒരു വേദന അവർക്ക് എങ്ങനെ ഇതിനോട് നോ പറയാൻ ചിലവർ കരഞ്ഞു തുടങ്ങുമ്പോൾ മേടിച്ചു കൊടുക്കും. അപ്പോൾ പിള്ളേർ കരച്ചിലൊരു വിഷയമായിട്ട് അങ്ങ് എടുത്തു വെച്ചേക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. നമുക്ക് അതുകൊണ്ട് ഇച്ചിരി മുഖത്ത ജോർജ് ചേട്ടൻ തന്നെ തുടങ്ങാം. ജോർജ് ചേട്ടാ, ഇങ്ങനെ ഈ ഒരു സംഭവത്തെ പിള്ളേരുടെ വാശിയെ അങ്ങനെ ഉറപ്പായിട്ടും കുറേ അനുഭവങ്ങൾ ജോർജ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ നേരിട്ടെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ച് തരാമോ? എനിക്കൊന്ന് ഞാനത് പറയുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഒരു കാര്യം അത്യാവശ്യം പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ നോ പറയൽ, അതിനെ പറയുന്ന ആർട്ട് ഓഫ് ടെല്ലിങ് നോ എന്നാണ്. ആർട്ട് ഓഫ് സെയിങ് നോ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാതെ സയൻസ് ഓഫ് ടെല്ലിങ് നോ അല്ല, കലയാണ്. അതൊരു കലയാണ്. അപ്പോൾ സയൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സെറ്റ് റൂൾസോ തിയറികളോ ഒന്നും ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് എൻ്റെ അനുഭവം അതുകൊണ്ട് ഞാൻ പറയാം. അത് അതേപടി കോപ്പി ചെയ്യാവുന്നതാണോ അല്ലയോ അതിനെക്കുറിച്ചൊന്നും വിധി പ്രസ്താവിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ നമ്മൾ നോ പറയേണ്ടി വരും, പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മളുടെ വ്യക്തിത്വവും കുഞ്ഞിൻ്റെ വ്യക്തിത്വവും ഉൾച്ചേർന്ന് വരുന്ന ഒരു ഇടപാടാണ്. അത് ആ ബന്ധത്തിലൂടെ ഉരുത്തിരിയേണ്ടതുമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയണോ ഇങ്ങനെ പറയണ്ട എന്ന് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും ഞാൻ അച്ഛനിപ്പോൾ മാളിലെ വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മക്കളെ, എൻ്റെ മൂത്ത 2 പേരെ LKGയിലും UKGയിലുമായിട്ട് ക്ലാസ്സിൽ നിന്ന് തിരികെ കൊണ്ടിരുന്നത് ഞാനായിരുന്നു. അപ്പം ഞാൻ തിരികെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പീരീഡിൽ എൻ്റെ ഭാര്യ തന്നെ പോയി കൊണ്ടുവരാറ്. കാരണം അവർ 4 മണിയായി കഴിയുമ്പോൾ തന്നെ അവരെ പിക്കപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അല്പം കൂടി മുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാനത് ഏറ്റെടുത്ത് 5 മണി വരെ അവിടെ ഒരു ക്രമീകരണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ബാങ്ക് കഴിഞ്ഞ് വരുന്ന വഴി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പറ്റിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
4 മണിക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് 2 കുഞ്ഞുങ്ങളെയായിട്ട് എൻ്റെ ഭാര്യ വന്ന് നിൽക്കുമ്പോൾ ഒരാൾ എനിക്ക് വിശക്കുന്നേ എന്ന് എനിക്ക് വിശക്കുന്നേ എന്നല്ലാതെ വേറെ എന്തെങ്കിലും വേണമെന്നൊന്നും അല്ല പറയുന്നത്. എനിക്ക് വാസ്തവത്തിൽ ഇത് വിശന്നിട്ടല്ല, കാരണം അവർക്ക് 4 മണിക്ക് കൊടുക്കാനുള്ള ആഹാരവും സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ കൊടുപ്പിച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഇവർക്കൊരു പർട്ടിക്കുലർ സ്വീറ്റ്സ് അവിടെ വാങ്ങിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണിത്. പക്ഷേ ഇതിങ്ങനെ പറയുമ്പം ബസ് സ്റ്റോപ്പിൽ എത്ര പേരാണ് നിൽക്കുന്നത്, ഭാര്യയാകെ വിയർത്തിട്ട് ഇവളുടെ വായിലോട്ട് കൊണ്ടേ അങ്ങോട്ട് തിരിയൊക്കെ ആ ഒരു ദേഷ്യത്തോടെ ആയിരിക്കും വാങ്ങിക്കൊടുക്കും. ഇത് നമുക്ക് സ്ഥിരം ഒരു അഭ്യാസം. എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നീ അത് പ്രോത്സാഹിപ്പിച്ച് നീ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നീ അത് കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ ഭാര്യയെ അല്പം കുറ്റപ്പെടുത്തി ഞാൻ പറയാറുണ്ടായിരുന്നു. അവസാനം പുള്ളിക്കാർ പറഞ്ഞു, എന്നാൽ തന്നെത്താനെ അനുഭവിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലോട്ട് ഇട്ട് തന്നതാണ്. ഞാൻ ചെയ്ത കാര്യം ഇതാണ്, ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ ഇതുപോലെ തന്നെ എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞ് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എൻ്റെ മുഖത്തോട്ടാണ് നോക്കുന്നത്. ഇയാൾ വലിയ ഇതൊക്കെ വേഷമൊക്കെ ധരിച്ച് നിൽപ്പുണ്ടായിരിക്കും, ഒരു കൊച്ചിന് വിശക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനെ ഇൻഷർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, കഞ്ഞി കുടിക്കും പൈസ ഇല്ലാത്ത ആ കൊച്ചിനെ കൊണ്ടുവന്ന് ആ ഒരു രീതിയിലാണ് നോട്ടം വരുന്നത്. പക്ഷെ ഞാൻ അന്നേരം അവരോട് പറഞ്ഞു, ഞാൻ താന്ന് അവളുടെ ചെവിയിലോട്ട് ഞാൻ പറഞ്ഞു, നീ എത്ര ബഹളം ഉണ്ടാക്കിയാലും നിനക്ക് ഞാൻ ആ മുട്ടായി വാങ്ങിത്തരുന്ന പ്രശ്നമില്ല. നീ ബഹളം ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കിക്കോ, പിന്നെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്ന ആ ചെടിയുടെ കമ്പ് ഒടിച്ചെടുക്കും. ഇനി നീ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അവൾ കുറച്ചു നേരം കൂടെ പറഞ്ഞു, പക്ഷെ സ്വരം താന്നു. ഞാൻ വാങ്ങിച്ചില്ല. അന്ന് അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോയി. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന പറഞ്ഞ് ഞാൻ ക്രമീകരിച്ചു. പക്ഷെ അങ്ങനെ ഒരു ദിവസം 2-ാം ദിവസം അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലത്തെ അറിയാമല്ലോ, നിർത്തി. അടുത്ത ദിവസം അവൾ പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം ഞാൻ തന്നെ പോയി ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അറ്റ് ടൈംസ് നമ്മളത് ചെയ്യും, പക്ഷെ എന്നെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആർട്ട് ഓഫ് സെയിങ് നോ എന്ന് പറഞ്ഞത്. മനോഹരം. എങ്ങനെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് നോ പറയണം എല്ലാവർക്കും അറിയാം, പിള്ളേരെ വാശികൾക്ക് മുമ്പിൽ. പക്ഷേ എങ്ങനെ നോ പറയണം, ആ ആർട്ട് പരിശീലിക്കുന്നത് അത് സെൽഫായിട്ട് നമ്മൾ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ തന്നെ രൂപീകരിച്ചെടുക്കേണ്ട ഒരു ശൈലിയാണ്. അതല്ലെങ്കിൽ ഒരു അപകടം ഇതിനകത്തുള്ളതെന്നു വെച്ചാൽ, ഇയാളോട് എന്നാ ചോദിച്ചാലും തരികയില്ല. എൻ്റെ അപ്പൻ ദുഷ്ടനാണ്, എൻ്റെ അമ്മ നല്ല ചക്കരയമ്മ. അത് അമ്മ റെഫറൻസ് കൊടുക്കുന്ന അപ്പനിലേക്കാണല്ലോ സാധാരണ ഗതിക്ക്. അപ്പോൾ അപ്പൻ ദുഷ്ടൻ, ഇങ്ങനൊരു ഇമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇപ്പം മാത്രമൊന്നുമല്ല നമ്മൾ ഓർക്കുന്നത്. ഇവർ പ്രായപൂർത്തിയായി പല കുടുംബങ്ങളിലും സ്വത്ത് തർക്കം അല്ലെ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുമ്പോഴൊക്കെ കുടുംബം 2ആയിട്ട് തിരിയുന്നത് പോലും ഈ നഴ്സറി സ്കൂളിലെ അനുഭവങ്ങൾ ആണ്. കാരണം അല്ലേലും അപ്പം പണ്ടേ എനിക്കത് പണ്ടേ അങ്ങനെയാണ്. ഈ ഒരു ഇത് അപ്പനോ അമ്മയോ, അപ്പൻ്റെ കാര്യം മാത്രമായിട്ട് ഞാൻ പറയല്ല, ഇതൊക്കെ സംഭവിക്കാൻ നമ്മളത് സൂക്ഷിക്കണം. നമ്മളെക്കുറിച്ച് ഓർക്കുന്നില്ല. അപ്പോൾ അവർ നമ്മൾ സ്നേഹിക്കുന്നു. പിന്നെ അല്പങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ആ സമയമാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് അവരെ ഒന്ന് നമുക്ക് അതിലേക്ക് നമുക്ക് വരണം. നമ്മൾ എങ്ങനെ അവർ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത്. അതിനുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഇത് ശരി പഴയ അനുഭവമാണല്ലോ, നമുക്ക് പുതിയ ന്യൂ ജനറേഷൻ അനുഭവങ്ങൾ കിട്ടണല്ലോ. ഇന്നത്തെ പിള്ളേർക്ക് എങ്ങനെ അവർ സിറ്റുവേഷനൊക്കെ മാറിയല്ലോ, അവർക്ക് ചോക്ലേറ്റ് ഒക്കെ വിട്ടുമാറി കിൻഡർ ജോയെ കിടന്ന് മേളിൽ പോയി കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ നോ പറയുന്നത്? ഇത് ശരിക്കും ഒരു ആർട്ട് തന്നെയാണ്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഈ ഷോപ്പിംഗ് മോളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ മോള് 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഒരു തവണ വന്ന് മഞ്ജുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളൊരു 4 ഫ്രണ്ട്സ് ഒന്ന് ഒരു ഷോപ്പിംഗ് മോളിൽ പോവുകയാണ് അമ്മ പറഞ്ഞപ്പോഴേ മഞ്ജു പറഞ്ഞു, ഒന്ന് ആ അച്ഛനോട് ചോദിക്കണം. മഞ്ജു വന്ന് കാര്യങ്ങൾ വന്ന് പറഞ്ഞു എന്നോട്, ഇങ്ങനെ കുട്ടികൾ ഷോപ്പിംഗ് മോളിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്, ഇവിടെ ഷോപ്പിംഗ് മോളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വിടാൻ പറ്റുന്ന പ്രായമല്ല. നമുക്ക് അവളോട് പറയാം, പെട്ടെന്ന് നോ പറയുന്നതിനേക്കാളും അവൾക്ക് ഷോപ്പിംഗ് മോളിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് കൊണ്ടുപോയി അവൾക്ക് വേണ്ടത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോൾ വിടാൻ പറ്റില്ല, പ്രായത്തിന് യോജ്യമായ പ്രായത്തിന്. അപ്പം ആ പ്രായത്തിൽ ഞാൻ അവളോട് നോ പറഞ്ഞെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ച അവൾ +1 അവൾ ആഴ്ചയ്ക്ക് ഇപ്പം കോഴിക്കോട് നിന്ന് വടകര വരെ വരുന്നുണ്ട്, ലോകം കുറച്ച് കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച നീ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് ഇന്ന സാധനങ്ങൾ നീ വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ. അപ്പോൾ അവൾക്ക് നോ ഞാൻ പറഞ്ഞ സംഗതി അവൾക്ക് ഞാൻ ഇപ്പോൾ യെസ് ആക്കി കൊടുത്തു. ഇപ്പോൾ ആ കൊച്ചിന് മനസ്സിലായി, അപ്പൻ ആ കാര്യ ഗൗരവമായിട്ട് തന്നെയാണ് എന്നെ അംഗീകരിക്കുന്നത്. അപ്പോൾ അത് കുട്ടിക്ക് നല്ലൊരു മെസ്സേജ് കൊടുത്തു. അനിയത്തിമാർക്കും ഈ ഒരു മെസ്സേജ് അങ്ങോട്ട് പെട്ടെന്ന് ചേച്ചിയിൽ നിന്ന് തന്നെ കിട്ടാൻ സാധിച്ചു. നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല, ചില കാര്യങ്ങൾ ഇങ്ങനെ. അച്ഛാ, അതിനും പ്രധാനപ്പെട്ട കാര്യം, ഒരാളെ ഇൻസ്ട്രക്ട് ചെയ്തപ്പോൾ അത് കുടുംബത്തെ മൊത്തം ബാധിച്ചു. അപ്പോൾ ഡോക്ടർ 5 പേരെ വളർത്തേണ്ട ആവശ്യമില്ല, ഒരാളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ അത് മക്കൾ അധികമുള്ള കുടുംബങ്ങളിൽ നടക്കുന്നൊരു കാര്യമാണ്. ഞാനൊരു രസകരമായൊരു സംഭവം ഓർക്കുന്നുണ്ട്. 5 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്.
ആ വീട്ടിൽ ഇളയ കുട്ടി ഇപ്പോൾ അവൾ 1-2 അപ്പോൾ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ 2ാം ക്ലാസ്സിലൊക്കെ എത്തി, നേരത്തെയാണ്. അവൾക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമില്ല ഭക്ഷണങ്ങൾ വലിച്ചെറിഞ്ഞ് കളയും. ചിലപ്പോൾ അവൾക്ക് ചപ്പാത്തി കൊടുക്കുമ്പോൾ ചപ്പാത്തി വേണ്ട, അന്നേരം അവൾക്ക് പുട്ട് മതി. അപ്പോൾ അല്ലെങ്കിൽ അവൾക്ക് കേക്ക് കൊടുക്കുമ്പോൾ കേക്ക് വേണ്ട, അവൾക്ക് അന്നേരം ഐസ്ക്രീം മതി. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ സാധിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൾ കൊടുക്കാതെ ഒന്ന് കഴിഞ്ഞാൽ വലിച്ചെറിയും. ഒരു ദിവസം ഇവള് ചപ്പാത്തി എടുത്ത് കൊടുത്തു, ചപ്പാത്തി കഴിക്കാൻ പറ്റൂ, ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു. ഇവിടെ വലിച്ചെറിഞ്ഞപ്പോൾ വീട്ടിലുള്ള 4 മൂത്ത് നിങ്ങൾ കൈ പിടിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. എറിഞ്ഞ സാധനം കാച്ചെടുത്ത് അവർ കഴിച്ചു. അത് കഴിയുമ്പോൾ അവൾക്ക് വെച്ചു, വീണ്ടും വലിച്ചെറിഞ്ഞു, അവൾ വീണ്ടും എടുത്ത് കഴിച്ചു. അവസാനം അമ്മയുടെ അപ്പോൾ വേറെ ചോയ്സ് ഒന്നും വരുന്നില്ല, ദോശയൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല വീട്ടിൽ. അവസാനം അമ്മ പറയാം, ചപ്പാത്തിയെങ്കിലും താ. കാരണം ദോശ ഇനി ഇല്ലെന്ന് മനസ്സിലായി. ചപ്പാത്തി ഇല്ല, ചപ്പാത്തി കഴിച്ചു. അതോടെ കുഞ്ഞിന് വാശി തീർന്നു, ഏറും തീർന്നു, വാശിയും തീർന്നു. ഇപ്പോൾ കുഞ്ഞിന് എന്ത് ഭക്ഷണം കൊടുത്താലും ഇപ്പോൾ അവൾ തന്നെയാണ് ഭക്ഷണ കാര്യങ്ങളിൽ ഒരു പ്രശ്നം തരം കുട്ടി എന്നാണ് അമ്മ പറയുന്നത്. ഒട്ടും താല്പര്യം കൊടുത്താൽ മേടിച്ച് കഴിക്കുന്ന എന്തും കഴിക്കുന്നൊരു കുഞ്ഞ്. നമ്മളിതുപോലെ പിള്ളേരെ വീട്ടിലെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ, അതായത് ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഈ നോ പറയുന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് നോ പറയാൻ പറ്റും, പക്ഷേ പിള്ളേർക്കത് സ്വീകരിച്ച് അവരുടെ ജീവിതത്തിന് ഭാഗമാക്കാൻ പറ്റാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നേരിട്ടുണ്ടോ? ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്ത് വടകരയിൽ നിന്ന് മാറി തലശ്ശേരി പോയി താമസിക്കുന്നത് തന്നെ. അപ്പം ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞു, നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ ഇവിടെ TV കാണുന്ന സംഗതി നമ്മൾ അവിടെ എത്തുമ്പോൾ പഠനത്തിനായതുകൊണ്ട് നമുക്ക് TV ഉണ്ടാവില്ല, കമ്പ്യൂട്ടർ ഉണ്ടാവും, അത്യാവശ്യ കാര്യങ്ങൾ അവിടെ ചെയ്യാം. അപ്പം ഈ TV വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ നോക്കുക, ആഴ്ചക്ക് വീട്ടിൽ വരുമ്പോൾ കാണാം അതെങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഒരു മോള് 10ാം ക്ലാസ്സിലായപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നീട് ഞങ്ങൾക്ക് കാണാൻ പറ്റി, പിള്ളേർക്ക് കുറച്ചുകൂടെ സമയം പഠിക്കാൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ TV മുമ്പിൽ ഇരിക്കുന്നതിന് പകരം ഒന്ന് പുറത്തിറങ്ങി കളിക്കാനും, ഒന്ന് ഫ്രഷായി തിരിച്ചു വന്ന് ഉടനെ പഠിക്കാനും, ആ പഠിക്കുന്ന അതുപോലെ അബ്സോർവ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. പിന്നെ പഠനം കഴിഞ്ഞാലും പിന്നെയും TV മുമ്പിൽ പോകാതെ വീണ്ടും വന്നിരുന്ന് ഞങ്ങളോട് 2 സംസാരിക്കാനുള്ള സമയവും അവർ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഒരു കുഞ്ഞ് നോ പറഞ്ഞതുകൊണ്ട് ഒരു വലിയൊരു ലോകം അല്ലേ? അതെ, അത് മനോഹരം. കഴിഞ്ഞൊരു അപ്പൻ ഇങ്ങനെ ഷെയർ ചെയ്ത സംഭവമാണ്, നമുക്ക് കേട്ട വിഷമം തോന്നി. അപ്പനൊരു ഓഫർ അങ്ങ് കൊടുത്തു. അവൻ പഠിക്കാൻ ഭയങ്കര മടിയനായിരുന്നേ. അവൻ പറഞ്ഞു, മോനെ നീ 10ാം ക്ലാസ് ജയിക്കണേ, നിനക്ക് നല്ലൊരു ഫോൺ മേടിച്ചു തരാം, വലിയ പലക പോലിരിക്കുന്ന നല്ലൊരു ഫോൺ മേടിച്ചു തരാം. അപ്പോൾ നമുക്കന്ന് വാശി പിടിക്കും. അപ്പോൾ ഉറപ്പായിട്ട് മേടിച്ചു തരും. അപ്പം വിചാരിച്ചെന്നാ പയ്യൻ പഠിക്കത്തില്ലെന്ന്. പയ്യൻ കട്ടിക്കിരുന്നങ്ങ് പഠിച്ച് അവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മാർക്കും മേടിച്ച്. ഇപ്പം അപ്പം പറയാണ്, അന്നൊരു നോ പറയാൻ പറ്റുന്ന കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ പഠിച്ചതോ അല്ല പ്രശ്നം, ഇപ്പോൾ മൊബൈലാ പ്രശ്നം. ഇനിയിപ്പോൾ അതിനോട് എങ്ങനെ നോ പറയുന്ന കാര്യത്തിലാണ് ശരിക്കും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറൊക്കെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇളയ മോളൊന്ന് ചോദിക്കുന്നത്, അമ്മേ ഞാൻ ഷാലോം TVയിലെ സെറാഫിൻ കണ്ടോട്ടെ അമ്മേ, പ്ലീസ് അമ്മ കണ്ടോട്ടെ. അപ്പം അതും പറഞ്ഞങ്ങ് തുടങ്ങിയിട്ട് അവള് മറ്റേ സിനിമ ചാനലുകൾ പാട്ടൊക്കെ കാണും. അപ്പം ഞാനത് ശ്രദ്ധിച്ച് ഞാനവിടെ അത് മാറ്റിക്ക് ഞാനിപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ അത് മതി എന്ന് പറയും. എന്നിട്ട് അവൾ പറയും, അമ്മ പറയും അപ്പം ഞാൻ ഓഫ് ചെയ്തോളാം എന്ന് പറയും. പക്ഷേ അത് ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്യണം. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ കുറച്ച് കൂടുതൽ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾക്കാർക്കും കമ്പ്യൂട്ടറുടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. നാളെ ഒരു ദിവസം കമ്പ്യൂട്ടറിന് റെസ്റ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ തലേദിവസം ഒന്ന് പറയുമോ, അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് അവരനുസരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ചേച്ചി കൊണ്ടത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേര് നമ്മളെ മനോഹരമായി പറ്റിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അപ്പൻ പല കാര്യങ്ങൾക്കും നോ പറയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മനോഹരമായിട്ട് അപ്പനോട് ചോദിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അമ്മയിലേക്ക് വന്നിട്ട്, അമ്മ അപ്പൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അമ്മ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അപ്പൻ ചിലപ്പോൾ സാധാരണ അനുവാദങ്ങൾ നോ ഉറപ്പുള്ള അനുവാദമൊക്കെ മക്കൾ ചോദിക്കുന്നപ്പോഴാണ്. ഞാൻ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത്, ഇച്ചായൻ വണ്ടി ഡ്രൈവറായിരുന്നു. അപ്പോൾ ഇച്ചായൻ പോകാനായിട്ട് പ്രാർത്ഥിച്ചിറങ്ങിയ സമയത്ത് ഓടിച്ചിട്ട്, ചേച്ചാ ഇച്ചിരി പൈസ വേണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിക്കോട്ടെ. അപ്പോൾ അപ്പന് തിരിച്ച് സംസാരിക്കാൻ സമയമില്ല. അന്നേരം ചിലപ്പോൾ എസ് ഓർണ പെട്ടെന്ന് കിട്ടും എന്തായാലും. അപ്പോൾ പലപ്പോഴും നമുക്ക് അന്നേരം എക്സ്പ്ലനേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലപ്പോഴും എസ് ഒക്കെ കിട്ടിപ്പോകുമായിരുന്നു. അല്ല നമ്മൾ അമ്മച്ചിനെ ചട്ടം കിട്ടി നേരത്തെ ഏർപ്പാടാക്കി എടുത്തിട്ട് ഒന്ന് നേരത്തേക്ക് പ്രപ്പോസ് ചെയ്തൊക്കെ വരുന്നു. അതൊരു മക്കളുടെ തന്ത്രമാണ്. എനിക്ക് തോന്നുന്നു അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് പരിപാടി നോ പറയുകയാണെങ്കിൽ അപ്പനും അമ്മയും ഒരുപോലെ നോ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും? ഇതിപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് ഫോൺ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ ഞങ്ങൾ ഒന്ന് ഓടിപ്പോയിട്ട് കളിച്ചിട്ട് ഓടി വരട്ടെ, നമ്മളിങ്ങനെ വെക്കുന്ന എന്താ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഇവരാ അമ്മ എന്നോട് പറഞ്ഞതല്ലേ, പൊക്കോളം പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാനൊരു സ്ട്രിക്റ്റ്, ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ ആരും വരല്ല.
എന്നുള്ള ഒരു റൂൾ ഇപ്പം ഞാൻ ആക്കിയേക്കുവാണ്. പിള്ളേർ നമ്മളെക്കാൾ ഇന്റലിജന്റ് ആണ്. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ പറയും അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് പറയും. അപ്പം ടോച്ചറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടോച്ചറിന് പറയും അമ്മേൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പം ഞാൻ എന്തെങ്കിലും തിരക്കാണെങ്കിൽ അടുക്കള എന്തെങ്കിലും പണി ചെയ്യുവാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് ചോദിക്കുവേടി ഇവരിങ്ങനെ പറയുന്നത് എന്താ നമ്മളത് തീരുമാനിക്കണ്ടേ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അപ്പം അതിന് പവർ കൂടുതലാണ്. ശരിക്കും അത് പറയുമ്പം നമ്മൾ തന്നെ പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒരുമിച്ച് പറയുമ്പം ഭയങ്കര പവർ. അവരൊന്നും മിണ്ടത്തില്ല. പിന്നെ സുപ്രീം കോർട്ടാണ്. എനിക്ക് അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും പോയി അപ്പനോട് ചോദിക്കും. അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പം പറയും പോയി അമ്മയോട് ചോദിക്കും. ഇത് രണ്ടിനും കൂടെയുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് പകുതി ആഗ്രഹങ്ങൾ ഇല്ലാതായി പോയിക്കോളും. ഇത് മാതാപിതാക്കൾക്കുള്ള നല്ലൊരു തന്ത്രം കൂടിയാണ്. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടും, ഉത്തരം പറയാൻ ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ യോജിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നോ ആണെങ്കിൽ നോ, അത് തന്നെ, അതിൽ പിന്നെ മാറ്റമില്ല. നമുക്ക് പലപ്പോഴും കുടുംബങ്ങളിൽ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾക്ക് ഭയമാണ് നോ പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ എൻ ജെ സാറിൻ്റെ പ്രോഗ്രാമിൽ മധുരമൊഴിയിലൊക്കെ വന്നിട്ടുള്ള സുനിൽ സാറ് പറഞ്ഞാണ്. സുനിൽ സാറ് ഒരു വീട്ടിൽ രാത്രി ചെന്നു, കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടി വീട്ടിൽ ഇരുന്നപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഷാലോം TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൊച്ചു ഓടി വന്നിട്ട് TV ഓഫ് ചെയ്ത് എന്നിട്ട് ഓടി അങ്ങ് പോയി. അപ്പം ഇങ്ങനെ നാണം കെട്ടിരിക്കുന്നു. കൊച്ചു സംഭവം എടുത്തുകൊണ്ട് അങ്ങ് പോയി, റിമോട്ട് എടുത്തു. സുനിലേട്ടൻ പറയാം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അന്നേരം തല്ലല്ല, അങ്ങനെ സംഭവിക്കത്തില്ല. ശരിക്കും ഭയങ്കര ഒരു വെച്ചാൽ ഈ വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പം മക്കൾ ഈ TV-യുടെ മുന്നിലിരിക്കും. ആ വിരുന്നുകാർ അവിടെ ഇങ്ങനെ നിൽക്കും. അതൊക്കെ എനിക്ക് ഞാൻ 1-2 പ്രാവശ്യം ശ്രദ്ധിച്ചു. അതിപ്പോൾ ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അത് പറയാറുണ്ട്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ എത്ര നല്ല പ്രോഗ്രാം വേണമെങ്കിലും നമുക്ക് പിന്നീട് അത് കാണണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് കാണാം. ഓഫ് ചെയ്തിട്ട് അവരെ ഇതൊരു ഞാൻ മറുഭാഗത്തിലേക്കാണ് വന്നത്. അതായത് പലപ്പോഴും മാതാപിതാക്കൾക്ക് പേടിയാണ് നോ പറയാനായിട്ട്. ജോർജേട്ടൻ അതിൻ്റെ പിന്നിലുള്ള ഒരു എന്തായിരിക്കും അതിനുള്ള മനോഭാവം, അങ്ങനെ ഒരു നോ പറയാൻ പേടി കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇത് പറയേണ്ട സമയത്ത്, അതായത് ആദ്യ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കഴിയുന്നതുപോലെ, ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിനകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ മോളെ നഴ്സറി സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ദിവസം അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നോ പറഞ്ഞു. എനിക്കത് 2 ദിവസം കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റി. എൻ്റെ ഭാര്യ ആദ്യ അവസരങ്ങളിൽ അത് നോ പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് നോ പറയാൻ ഓരോ ദിവസം കഴിയുമ്പോഴും നോ പറയാൻ ബുദ്ധിമുട്ട് കൂടി വരിക. ചിലപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നാന്ന് ചോദിച്ചാൽ, പല മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങളത് നോ പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെങ്ങാനും വീട് വിട്ടു പോയാൽ എന്നായി, പേടിയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ജോർജേട്ടൻ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ പോയി സീരിയൽ കാണിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെയാണ് ഇവർ. ശരിയല്ലേ? ശരിയാണ്. അതൊരു പർട്ടിക്കുലർ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അന്വേഷിക്കാതെ ഉടനെ തന്നെ നമ്മുടെ കുഞ്ഞത് ചെയ്യുമെന്ന് എത്തിയേക്കുകയാണ്. അപ്പോൾ അതല്ല വാസ്തവം. നമ്മൾ ആ കുഞ്ഞ് ചെറുപ്പത്തിലെ മുട്ടായി വാങ്ങിക്കുന്ന കാര്യം, കിൻഡർ ജോയ് വാങ്ങിക്കുന്ന കാര്യം, ഇവിടെയൊക്കെ ചില നോകൾ എനിക്ക് തോന്നുന്നു നമ്മളെ അത് ആധ്യാത്മികതയെ പോലും ഉണ്ട്. എന്തിനാണ് നമ്മൾ ഉപവാസം എടുക്കുന്നത്? എന്തിനാണ് നമ്മൾ ആശയടക്കം പാലിക്കണമെന്ന് പറയുന്നത്? അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് വരുന്നത്. നമ്മൾ നമ്മളെ തന്നെ മാസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ മനസ്സിനെ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും. ഇപ്പം മുട്ടായി, ഇപ്പം നിനക്ക് ചോക്ലേറ്റ് വേണ്ട എന്ന് പറയുന്നത് ചോക്ലേറ്റ് വിഷമായതുകൊണ്ടല്ല, ചോക്ലേറ്റ് വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, ചോക്ലേറ്റ് വേണ്ട എന്ന് വെക്കാൻ നമുക്ക്. ഇതാണ് നമ്മളെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത്. അത് നമ്മൾ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുന്നതിന് മുമ്പ് മക്കളോട് പറയും, പല സാധനങ്ങളും കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതിൻ്റെ അകത്തെ ഏറ്റവും ഇതായിട്ടുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, എല്ലാ കണ്ണിനെ അടക്കം ചെയ്യണം, എല്ലാം മോഹിക്കില്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ, ഇന്ന രൂപയ്ക്കുള്ളിൽ നിർത്തണം. പോക്കറ്റ് മണി കൊടുക്കും ഓരോരുത്തർക്കും. അതിൽ നിർത്താൻ അതിൽ നിന്ന് തന്നെ അവർ സേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇക്കണോമിക്സ് പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. പ്രഭാഷകൻ പറയുന്നില്ല, നിർബന്ധ ബുദ്ധി നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കും, അമിതമായി ലാളിക്കുന്ന കുഞ്ഞ് അവനെ നിങ്ങൾ ഭയപ്പെടേണ്ടി വരും. പിതാവിന് കൊടുക്കുന്ന വാണിങ്ങുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് പലപ്പോഴും അമിതമായിട്ട് ലാളിച്ചും ദൈവം ഇത് വിചാരിക്കുന്നത് കേട്ടോ, ലാളനെ കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കണ്ട എന്നുള്ളതല്ല അതിനർത്ഥം. മക്കളെ സ്നേഹിക്കുകയും ലാളിക്കുക അമിതമായി ചെയ്യുകയും അവരെല്ലാം നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങുകയും ചെയ്യുന്നത് എപ്പോഴും അപകടത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് ആടിക്കത്തുള്ളൂ. പലപ്പോഴും ഈ പ്രത്യേകിച്ച് ബൈക്ക് അപകടങ്ങളൊക്കെ, ചെറുപ്പക്കാരുടെ ബൈക്ക് അപകടങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ പത്രങ്ങളിൽ തീർച്ചയായിട്ടും വരുമ്പോഴത്തേക്ക് അപ്പന്മാർ കരയുന്ന പടങ്ങളൊക്കെ മിക്കവാറും വരുന്നത്. എന്നിട്ട് പല അപ്പന്മാരും പറയുന്ന, അവനൊന്ന് നിർബന്ധിച്ചപ്പോൾ നിർബന്ധ ബുദ്ധി കൊണ്ട് മേടിച്ചു കൊടുക്കാതിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കണ്ടോണ്ടെങ്കിലും ഇരിക്കാമായിരുന്നല്ലോ എന്ന്.
ഇതൊരു അപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ ഒരു വലിയ തേങ്ങലും കൂടിയാണ്. പലപ്പോഴും അവർക്ക് ഈ നോ പറയാനുള്ള ഒരു ധൈര്യമില്ലാണ്ടായി പോകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ധൈര്യമില്ലായ്മ കാണുമായിരിക്കും. പക്ഷേ എനിക്കൊന്ന് വേറൊരു ഇതോടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു, അല്ലെ അപ്പൻ പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു, എനിക്ക് വാങ്ങിത്തന്നില്ല. അതിൻ്റെ വേദന ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ എൻ്റെ മകൻ വന്ന് എനിക്ക് അവൻ സൈക്കിളല്ലേ ബൈക്ക് വാങ്ങിക്കണമെന്ന് പറയുന്നു. എൻ്റെ മനസ്സിൽ ആദ്യം നമ്മൾ പറയും അവനോട്, അതും ബൈക്ക് വാങ്ങിക്കാറായില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സൈക്കിൾ വാങ്ങിക്കാത്തതിൻ്റെ വിഷമം എൻ്റെ മകനെങ്കിലും അതുണ്ടാകരുത്. അത് ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതായത് അമ്മമാരൊക്കെ പറയുന്നു, നമുക്കും ഇതൊന്നും പറ്റില്ലല്ലോ. അത് ചെറുപ്പക്കാർ അമ്മമാരെ വിദേശങ്ങളിൽ ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെട്ട് പൈസ, നമുക്കും ഇതൊന്നും പറ്റില്ല, പിള്ളേരെങ്കിലും ഇട്ട് സന്തോഷിക്കട്ടെ, നിറച്ചുടുപ്പും ചോക്ലേറ്റൊക്കെ മേടിച്ചു പറയുന്ന തുടർന്നോളൂ. അപ്പോൾ ഇതേ ഇഷ്യൂ ഈ ഉചിതമായ തീരുമാനമെടുക്കുന്നതിൽ ഇവരെ പരാജയപ്പെടുത്താറുണ്ട്. അത് ഭയമല്ല, വാസ്തവത്തിൽ ഇവരുടെ സ്വപ്നങ്ങൾ അവരുടെ തലയിലോട്ട് വെച്ച് കൊടുക്കുക, ഇവരുടെ വേദനകൾ അവരുടെ ദേഹത്തുണ്ടെന്ന് കരുതുക, ഇതൊന്നും സത്യമല്ല. ഇനി അതിന് എനിക്ക് തോന്നുന്നു തിരിച്ചിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് എൻ്റെ അപ്പൻ എനിക്ക് സൈക്കിൾ വാങ്ങിത്തരാത്തത് കൊണ്ട് എനിക്ക് എന്തെല്ലാം ഗുണമുണ്ടായി. അതൊന്നും നമ്മൾ കണ്ടെത്താൻ പറ്റണം നമുക്ക്. അത് പറ്റാതെ ഇത് വേദനയായിട്ട് കിടക്കുന്നതാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രശ്നം അതാണ്, എല്ലാ പ്രശ്നവും എന്നല്ല, നമ്മൾ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒന്ന്, അതുകൊണ്ട് എനിക്ക് മറ്റൊരാളുടെ അരികെ പോയി ഒരു സൈക്കിൾ കടം അല്ലെ ഒരു വായ്പ അല്ലെ ഞാനിവിടെ നിന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു ആർട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബമായിട്ടൊരു ബന്ധം, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഷെയറിങ്, ഇങ്ങനെ എത്ര കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതുകൊണ്ട് അപ്പനെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെങ്കിലും എനിക്കത് ഉപകാരപ്പെട്ടു എന്നൊരിടത്തേക്ക് എത്താമെങ്കിൽ നമ്മൾ ഇതും അങ്ങോട്ട് കൊടുക്കും. ഏതാ അവനും ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ, ഇല്ലേ? അപ്പം ഞാൻ പറയാം, നമ്മളെ ഈ ഹീൽ ചെയ്യാതെ സൗഖ്യപ്പെടാതെ ഉള്ളിൽ കിടക്കുന്ന മുറിവുകൾ ഒരു അളവോളം നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അത് ചിലപ്പോൾ ഈ ഭയമാണെന്നൊക്കെ നമ്മൾ പറയും, വേറെ എന്നാ ചെയ്യുമെന്നൊക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് എങ്ങനെ നോ പറയാമെന്നുള്ളതിനെ പ്രത്യേകിച്ച് തിയറിയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരി മയപ്പെടുത്തി നോകൾ നമുക്ക് പറയാം. തീർച്ചയായിട്ടും പിള്ളേർക്ക് മുറിവേൽക്കാത്ത രീതിയിൽ. കാരണം നമുക്ക് മുറിവേറ്റ പല കാര്യങ്ങളും കാണും. നമ്മളുടെ പേരൻസ് സ്ട്രിക്റ്റ് ആയിട്ട് നോ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ വളരട്ടെ, അടുത്ത ആൾക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ നോക്കി വെച്ചേക്കുമായിരിക്കും. എനിക്ക് പണി കിട്ടിയതല്ലേ എന്നാൽ രണ്ടെണ്ണം അങ്ങോട്ട് ഇരട്ടി കൊടുത്തേക്കാം. അങ്ങനല്ല, നോ പറയണം. പക്ഷേ അത് എങ്ങനെ നോ പറയണം? ഇച്ചിരി മയപ്പെടുത്തി, ഇച്ചിരി ജെന്റിലായിട്ട്, എന്നാൽ ഇച്ചിരി നല്ല വാക്കുകൾ നോ പറയേണ്ടടുത്ത് നമ്മൾ ഉറപ്പായിട്ട് പറയണം. അത് നമുക്ക് എങ്ങനെയാണ് കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മൾ പരമാവധി നമ്മുടെ കുട്ടികൾക്ക് തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് എന്തായാലും ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും. അതിന് ശേഷം ഒരു എസ്സോ നോയോ വരുള്ളൂ. അതെന്തായാലും നല്ലൊരു തീരുമാനമായിരിക്കും, അവർക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഇപ്പം നമ്മൾ നോ പറയുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മളെ സ്നേഹിക്കുന്ന 2 പേരാണ് നോ പറയുന്നത്. അവൻ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവനെ സ്നേഹിക്കാത്തവർ നോ പറയും. അത് താങ്ങണമെങ്കിൽ ഇവിടെ ഒരു നോ കേൾക്കണം. അതൊരു മനോഹരമായ ആശയം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് അവനെ നോ കേൾപ്പിക്കണം. ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ ലോകത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അവനെ സഹായിക്കും. ഈ കുഞ്ഞു വീട്ടിൽ കിട്ടിയ ചെറിയ നോകള് വലിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ, പ്രതിസന്ധികൾക്ക് മുമ്പിൽ തകർന്നു പോകാതിരിക്കാനായിട്ട് അവൻ ഉറപ്പായിട്ട് സഹായിക്കും എന്നുള്ളത് ഒരു മനോഹരമായ ചിന്തയാണ്. അച്ഛന് മുമ്പേ സോഫ്റ്റായിട്ട് നോ പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ രസകരമായ ഒരു സംഭവം പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായി. എൻ്റെ മൂത്ത കുട്ടി, അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കുഞ്ഞുണ്ടായി. ഇപ്പോഴാണ് ഞാൻ ജീവിതത്തിലേക്ക് വരുന്നത്. ഇതുവരെ തിയറി വിട്ടു പ്രാക്ടിക്കലായി. മൂത്ത മോള് ഓടി നടക്കാൻ തുടങ്ങുന്ന സമയം 3-3.5 വയസ്സായി. റോഡിൻ്റെ വക്കത്താണ് വീട്. ഗേറ്റ് ഉണ്ട്, തുറന്നിരിക്കാം അടച്ചിരിക്കാം. എപ്പോഴാരും തുറക്കുമെന്ന് പറയാൻ പറ്റില്ല. തുറന്ന് ഇറങ്ങിപ്പോയെങ്കിൽ റോഡിന് നേർക്കോട്ടാണ് പോകുന്നത്. നല്ല ട്രാഫിക്കുള്ള റോഡ്. എനിക്ക് കൊച്ച് ഓടി നടക്കാൻ തുടങ്ങിയപ്പോൾ പേടിയായി. ഞാനൊരു ദിവസം അവളെ വിളിച്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, മോളെ ഗേറ്റിന് വെളിയിൽ പോകരുത് എന്ന് വളരെ കാര്യമായി അതിൻ്റെ കാര്യകാരണ സഹിതം പറഞ്ഞു ബോധ്യപ്പെടുത്തി അച്ഛൻ പറഞ്ഞ പോലെ സോഫ്റ്റായിട്ട് നോ പറയണം. അങ്ങനെ സോഫ്റ്റായിട്ട് നോ പറയാൻ വേണ്ടി ഞാൻ സമയമൊക്കെ എടുത്ത്, എനിക്ക് ഇഷ്ടംപോലെ സമയമുള്ളപ്പോൾ ഒറ്റ വാക്കി പറയാൻ പറ്റിയല്ലോ, ഞാൻ വിളിച്ചുകൊണ്ട് പോയി ഗേറ്റിൻ്റെ അരിയെ കൊണ്ടുപോയി നിർത്തിക്കൊണ്ട്, മോള് ഗേറ്റ് തുറന്ന് വെളിയിൽ പോകരുത്, അതങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നെല്ലാം അനുസരണയുള്ള കുട്ടിയാണ് അവൾ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവൾ പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അത്ര എളുപ്പമാകുമെന്ന് ഞാനും ഓർത്തില്ല. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഇവളുടെ ഇവളുടെ ചെവിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പോയാലെന്നാ. അപ്പോൾ ഞാൻ ഒഫൻഡഡ് ആയില്ല. കാരണം അതൊരു മനുഷ്യൻ ബുദ്ധി ഉള്ള ഒരു കുഞ്ഞിൻ്റെ സ്വാഭാവികം. എന്താണ് അതിൻ്റെ ഇഷ്യൂ അത് പറയണ്ടേ? ഓക്കെ, ഞാൻ വീണ്ടും എഴുന്നേറ്റ്, മോളെ ബസ് പോകുന്ന കണ്ടോ, ഓട്ടോ പോകുന്ന കണ്ടോ, ബൈക്ക് പോകുന്ന കണ്ടോ, മോൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബൈക്ക് മോളെ ഇടിക്കും. ഇടിച്ചാൽ കൈ കാലും ഒക്കെ
ഒടിയും. കയ്യും കാലും ഒടിഞ്ഞാൽ എന്നാ? അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ക് ഇങ്ങനെ ഓടി നടക്കാൻ പറ്റുമോ? ഈ മുട്ടായിയോ ബിസ്ക്കറ്റോ അപ്പോ ഒക്കെ തിന്നാൻ പറ്റുമോ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ? അത് കേൾക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാനെല്ലാം ഭംഗിയായിട്ട് പറയുക. ഉടനെ അവൾ എന്നോട് ചോദിക്കുക, അപ്പോൾ പിന്നെ എന്നെ എപ്പോഴും എടുത്തുകൊണ്ട് നടന്നോളുവോ? പിന്നെ എപ്പോഴും എനിക്ക് വാരിത്തരുമോ? ഇപ്പോൾ കൊച്ചെടുത്ത് ചാടാനാ സാധ്യത. അപ്പം ഞാൻ ഒഴിവാക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഞാൻ അവസാനം പറഞ്ഞു, മോളെ ചിലപ്പം മരിച്ചു പോയെന്ന് വരും, വണ്ടി ഇടിച്ചാൽ. മരിച്ചാൽ സ്വർഗത്തിൽ പാവല്ലോ. പച്ചൻ പറഞ്ഞല്ലേ സോഫ്റ്റായിട്ട് നോ പറയണം. പക്ഷെ സോഫ്റ്റായിട്ട് നോ പറഞ്ഞ് കൊച്ചു വണ്ടിയുടെ കീഴേ പോയാൽ അത് തീരെ സോഫ്റ്റ് ആകുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗേറ്റിൻ്റെ ഉള്ളിൽ പോരുത്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ എൻ്റെ പരാജയത്തിൻ്റെ ഒരു രംഗമാണ്. സോഫ്റ്റായിട്ട് തന്നെ പറയണം. പക്ഷേ ഒരപ്പൻ എന്ന നിലയ്ക്ക്, അമ്മയെന്ന നിലയ്ക്ക് ചില നോകൾ മറ്റു മാർഗമില്ലെങ്കിൽ കട്ടിക്ക് തന്നെ പറയേണ്ടി വരും. അതിനെ ഓർത്ത് കുമ്പസാരിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയും. അല്ലെ അതോർത്ത് നമ്മൾ പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിരുന്ന് പശ്ചാത്തപിക്കേണ്ട ആവശ്യം വന്നേക്കാം. എനിക്ക് പലപ്പോഴും അച്ഛൻ പറഞ്ഞ ആ ബൈക്കിൻ്റെ കാര്യം പലപ്പോഴും ആ സ്ട്രോങ് നോ, വലിയ വിശദീകരണമൊന്നും ഇല്ലാതെ നോ. കാരണം വിശദീകരണങ്ങൾക്കൊക്കെ അവർക്ക് മറുപടി കാണും. എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും സ്ട്രോങ് നോയുടെ ഒരു ആവശ്യവും. അതെപ്പോഴും സ്ട്രോങ് നോ അല്ല, അതും ഇടയ്ക്ക് വേണം പുട്ടിന് പീര പോലെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഞാൻ സോഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചതാണ്, തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ നോ പറയുന്ന, ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നോ പറയുന്ന അവസാനം പിള്ളേർക്ക് മാതാപിതാക്കളെ പറ്റിയുള്ള ആ സ്നേഹസങ്കല്പം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. മിസ്റ്റർ ആൻഡ് മിസ്സസ് നോ എന്നായി. അതെ, അവർക്ക് എന്ത് പറഞ്ഞാലും അത് പിന്നെ അടഞ്ഞ അധ്യായ, അപ്പുറം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യും? മക്കൾ ചോദിക്കാതെ തന്നെ പോകാൻ തുടങ്ങും. അതായത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, എന്നാൽ ചിലർക്ക് സ്ട്രോങ് ആയിട്ടും നോ തന്നെ പറഞ്ഞ് മക്കൾ ശീലിപ്പിക്കണം. നമുക്കപ്പോൾ ഈ നോയുടെ അധ്യായം തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ചർച്ച ചെയ്ത് മുഴുവൻ ഇങ്ങനെയായിരുന്നു, എന്തിന് നോ പറയണം? സ്നേഹമായിരിക്കട്ടെ ഇതിന് പിന്നിലുള്ള ഏറ്റവും വലിയ ചാലകശക്തി. പൗലോസ്ലീഹ നമ്മൾ പഠിപ്പിച്ചതാണ്. ഈശോയെ നോക്കിയിട്ട് സ്നേഹം നിങ്ങളെ നിർബന്ധിക്കട്ടെ. എങ്ങനെ നോ പറയാൻ പഠിക്കണം? പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഈ ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ, ഓരോ അനുഭവങ്ങളിൽ എങ്ങനെ നോ പറയണമെന്ന്, അത് ഓരോ പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ കുടുംബമായി തീർന്നപ്പോൾ കർത്താവ് നിങ്ങൾക്കുള്ള അതിനുള്ള കൃപ തന്നിട്ടുണ്ട്. ആ കൃപയ്ക്കുമേൽ കൃപ കിട്ടാൻ, ആത്മാവ് കൂടുതൽ പ്രോജ്വലിക്കുവാനായിട്ട് ഓരോ ദിവസവും ഈ പേരൻറ്റിങ് എന്ന കൃപ കിട്ടാൻ, അല്ലെങ്കിൽ ആർട്ട് കിട്ടാൻ വേണ്ടി തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവിനോട് കുടുംബം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ നോ പറയുമ്പോൾ ബൈബിളിൽ ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും കണ്ടിരിക്കുന്ന നല്ലൊരു നോയുടെ ഉദാഹരണം ഒരു ബാലിക കാണിച്ചൊരു നോയാണ്, മരിയ ഗുരൈത്തി. 12-13 വയസ്സുള്ള മരിയ ഗുരൈത്തിയെ പാപം ചെയ്യാനായിട്ട് അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരൻ പ്രേരിപ്പിച്ചപ്പോൾ അവർക്ക് എങ്ങനെ നോ പറയാൻ പറ്റിയത്? ഇതിനെപ്പറ്റി അവളുടെ ജീവചരിത്രത്തിൽ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, അവളുടെ ജീവിതത്തിൽ അവളുടെ അമ്മ പല കാര്യങ്ങളും അവളെ നോ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് അവളുടെ വളർച്ചയുടെ പ്രായത്തിലുണ്ടാകുന്ന പല ആഗ്രഹങ്ങളോടും, അവളുടെ വസ്ത്രസങ്കല്പങ്ങളോടും, അവളുടെ ഇഷ്ടങ്ങളോടും പലപ്പോഴും അമ്മ നോ പറഞ്ഞാണ് അവളെ ശീലിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവളുടെ മൂല്യശ്രേണിയിൽ എന്തു വേണം, എന്തു വേണ്ട എന്നുള്ള കാര്യം, എന്താണ് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യം, എന്താണ് നന്മ, എന്താണ് തിന്മയെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാനും തിന്മകളുടെ നോ പറയാനുള്ള ശക്തി അവളുടെ ബാല്യകൗമാരങ്ങളിൽ തന്നെ കിട്ടി. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ നോ പറയാനായിട്ട് മടിക്കുമ്പോൾ, അവരോടുള്ള അമിത ലാളനെ കൊണ്ടോ അവരെ പേടിച്ചോ ഒക്കെ നമ്മൾ നോ പറയാൻ മടിക്കുമ്പോൾ നമ്മൾ വലിയൊരു ക്വാളിറ്റി അവർക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത്. അവർ ജീവിതത്തിൽ പിന്നീട് പലതിനോടും നോ പറയാൻ അവരും മടിക്കും. അവർ മറ്റവർക്ക് വിഷമാവില്ലേ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് സങ്കടം വരില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പിണങ്ങിപ്പോവില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ, ആത്മാവ് നയിക്കുന്ന രീതിയിൽ കൃത്യതയോടെ നോ പറയാൻ തമ്പുരാൻ നമ്മളെ ക്രമപ്പെടുത്തട്ടെ. നമുക്കൊന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ച് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു വിവേകത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളൊക്കെ പല കാര്യങ്ങളിൽ നമ്മളോട് വാശി പിടിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് പല രീതിയിലുള്ള ഈ പ്രവണതകളുണ്ടായിരിക്കും. മാതാപിതാക്കൾ മക്കളൊന്ന് ചേർത്ത് പിടിക്കുക. തമ്പുരാൻ നിങ്ങളെ രണ്ടുപേരെയും കുടുംബം എന്ന കൂദാശയിലൂടെ, വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബമായിട്ട് എടുത്തുയർത്തിയത് ഈ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാനാണ്. ചാവറപ്പിതാവ് പറഞ്ഞല്ലോ, ഭൂമിയിലെ ഓരോ കത്തോലിക്ക കുടുംബങ്ങളും, ഓരോ കുടുംബങ്ങളും ആകാശമോക്ഷത്തിൻ്റെ, സ്വർഗത്തിൻ്റെ സാദൃശ്യങ്ങളാണ്. അതിനർത്ഥം മക്കളെല്ലാം മാലാഖമാരെ പോലെ, ദൈവദൂതന്മാരെ പോലെ വിശുദ്ധിയോടെ ജീവിക്കേണ്ടവരാണ്. മാതാപിതാക്കൾ പിതാവായ ദൈവത്തിൻ്റെ, പുത്രനായ ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപയോടെ ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് മാതാപിതാക്കൾക്ക് ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി ഈ നിമിഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ നിമിഷങ്ങളിൽ
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത് വേണ്ടതേത് വേണ്ടാത്തതേത് എന്ന് ഉറപ്പോടെ പറയാനായിട്ടുള്ള കൃപ കൊടുക്കണമേ. അത് സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് ശീലമാക്കി മാറ്റുവാനും മക്കളെയും സഹായിക്കണമേ. ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ മക്കളോട് നോ പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ മക്കൾ മറ്റു ദുശീലങ്ങൾക്കും വഴിവിട്ട ബന്ധങ്ങളിലേക്കൊക്കെ പോയതിൻ്റെ പേരിൽ ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാതാപിതാക്കളുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടെങ്കിൽ, കർത്താവായ ഈശോയെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടി ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമേ. അവരുടെ ഹൃദയങ്ങളെ തൊടണമേ. അതോടൊപ്പം തന്നെ ആ മക്കളുടെ ഹൃദയങ്ങളെ കൂടി തൊട്ട് അവരെ പഴയ വിശുദ്ധിയിലേക്കും സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്കും നീ കൂട്ടിക്കൊണ്ട് വരണമേ. പരിശുദ്ധ അമ്മേ മേരി മാതാവേ, നീയാണല്ലോ ഇത് ഞങ്ങളുടെ ഏറ്റവും നല്ല മാതൃക. നിന്റെ കീഴിലാണല്ലോ ഈശോ 30 വർഷക്കാലം വിധേയത്വത്തിൽ ജീവിച്ചത്. നീ എന്തുമാത്രം അരുതികൾ പറഞ്ഞ് നിന്റെ മകനെ വളർത്തിയിട്ടുണ്ടാവും. അമ്മേ മാതാവേ, ആ സ്വർഗത്തിൻ്റെ ആയുധങ്ങൾ, കൃപയുടെ ആയുധങ്ങൾ, അതിനു വേണ്ട എല്ലാ കൃപയും ഈ നിമിഷം ഈ ഭൂമിയിൽ എല്ലാ മാതാപിതാക്കളും കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ വിധേയനായി ജീവിച്ചതുപോലെ പല നോകൾക്ക് മുമ്പിലും സ്നേഹപൂർവ്വം സ്വർഗത്തിന് ഇഷ്ടം നടക്കുവാനായി തലകുനിച്ചതുപോലെ ഞങ്ങളുടെ മക്കളും തലകുനിച്ച് സ്വർഗത്തിന് ചേരും വിധം വളർന്നു വരട്ടെ. ഒന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും